ഞാനിങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കാറിൽ വരുമ്പോഴാണ് എനിക്ക് ഒരു വാട്സപ്പിലൊരു സന്ദേശം കിട്ടിയത്. ഈ സന്ദേശം അയച്ചിരിക്കുന്ന ആൾ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗം നേതാവ്. അദ്ദേഹം നിങ്ങൾക്കറിയുന്ന പോലെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു. PC തോമസിൻ്റെ പേരിലാണ് ഒരു വാട്സപ്പ് സന്ദേശം. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ പറയുന്നത് അത്യാവശ്യമുണ്ട്, ഒരു 40,000 രൂപ ഒരാൾക്ക് അയച്ചു കൊടുക്കണം. എൻ്റെ ബാങ്ക് ഓപ്പറേഷൻ ശരിയല്ല, അതുകൊണ്ട് 40,000 രൂപ അയച്ചു കൊടുക്കണം. PC തോമസ് മെസ്സേജ് അയച്ചു, മറുപടിയില്ല. ഞാനത് സന്ദേശം അയച്ചു. അവസാനം അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോഴാണ് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുള്ളൊരു തട്ടിപ്പാണ്. പലവർക്കും ഈ നാട്ടിലെ പല ആളുകൾക്കും PC തോമസിന് പൈസ ആവശ്യമുണ്ട്, 40,000 രൂപ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ഈ മെസ്സേജുകൾ പോയിട്ടുള്ളത്. നിരവധി പേർക്ക് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ച് മെസ്സേജ് പോയി എന്നാണ് PC തോമസ് പറഞ്ഞത്. അദ്ദേഹം സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ആരും തന്നെ അയച്ചതായിട്ട് ഇതുവരെ അറിയത്തില്ലെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോലീസിലെ സൈബർ സെല്ലിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു തട്ടിപ്പാണ്. ഇത് ആർക്കും എന്നും ഈ ഉപദ്രവം വന്നുകൂടായില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും അറിയാത്ത ഒരു കാര്യം, ഞാൻ അയച്ചതായിട്ട് ഒരു മെസ്സേജ് പലർക്കും കിട്ടി. എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും അത് കേട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്തെങ്കിൽ, പോസിറ്റീവായിട്ട് കൊടുത്തെങ്കിൽ അത് ഏറ്റവും വലിയൊരു അപകടമാണ്. അതുകൊണ്ട് ഇത് ഇനി ഒരാൾക്കും പറ്റാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.